ഷിയൻ ഷംസുദ്ദീൻ, നോക്കൂ, ഞാൻ ഇന്ത്യ വിഷൻ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളാണ്, അതായത് മറ്റ് മതേതര കക്ഷികളല്ല, ഞങ്ങൾ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഉദയം ചെയ്യുന്ന തീവ്ര നിലപാടുള്ള സംഘടനകളെ ആദ്യം എതിർക്കേണ്ടത്. നേരത്തെ ഇവിടെ വസീഫ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഡോക്ടർ എം കെ മുനീറിൻ്റെ ആദ്യകാല പ്രസംഗങ്ങൾ, പിന്നീട് ഷാജി തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അതിനുശേഷം ഷാജി മതമാണ് പ്രശ്നം എന്നുള്ള ഒരു തിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിലയിലുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ളത് സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് ഈ തീവ്ര നിലപാടുകാരെ എതിർക്കേണ്ടത്, അതിന് ചേർന്നു പോകുന്ന, അതുമായി ഒത്തുപോകുന്ന നിലപാടാണോ ഈ സമീപകാലങ്ങളിൽ മുസ്ലിം ലീഗ് എടുക്കുന്നത് എന്നുള്ളതാണ് ആത്യന്തികമായി ചോദിച്ച ചോദ്യം. മുമ്പ് അവരെ എതിർക്കുന്നു, ഇപ്പോൾ അവരുടെ പിന്തുണ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. ഇത് രണ്ടും ഒന്നാണോ ഷിയൻ ഷംസുദ്ദീൻ? അല്ല, ഇവിടെ നികേഷ് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. നികേഷിന് കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കക്ഷികളുമായി ഞങ്ങളൊരു സഖ്യമോ ധാരണയോ ഒന്നുമില്ല. അതെല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ. അതിൽപ്പെട്ട ഒരു കക്ഷി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഞങ്ങൾ അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നു പറഞ്ഞവരാണ്. ഇടതുപക്ഷം അത്രത്തോളം പോവാറില്ല. അപ്പോൾ വളരെ ശുദ്ധമായ മതേതര രാഷ്ട്രീയം ഞങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി ഒരു പുതിയ ചർച്ച ഉണ്ടാക്കുകയാണ്. ഇതിവിടെ നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇത് അടുത്ത തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു ആദ്യ പടിയാണ്. അത് ആ പുതിയ തന്ത്രത്തിൻ്റെ ആദ്യ പ്രഖ്യാപനമാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കൽ? ഈ സംസാരം ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞോ? അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നയത്തിലും നിലപാടിലും തീവ്രവാദത്തോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ സ്നേഹിതൻ വസീഫ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം മലപ്പുറത്തൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു വലിയ മത്സരമൊക്കെ നടത്തി. ഒരു ചെറുപ്പക്കാരൻ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിദയനീയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പരാജയം. 3 ലക്ഷം വോട്ടിനാണ് മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ നിങ്ങൾ ഈ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരുപാട് സംഗതി ഉണ്ടായിരുന്നു. സമസ്തയുടെ വോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോട്ട് പ്രതീക്ഷിച്ച് ആരും ഇരിക്കേണ്ടതില്ല. സമസ്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലീഗുകാരുള്ളത് സമസ്ത അനുഭാവികളും വിശ്വാസികളും അതുമായി ബന്ധപ്പെട്ടവരുമാണ്. സമസ്തയിൽ ഏറ്റവും കൂടുതലുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിലും ഏറ്റവും കൂടുതലുള്ളത് സമസ്ത അനുഭാവികളായിട്ടുള്ള ആളുകളാണ്. ആരെങ്കിലും 1-2 ആളുകൾ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വിചാരിച്ചാൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമോ വോട്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ എന്നോട് വസീഫ് ആവർത്തിച്ച് ചോദിച്ചത് ഉമ്മർ ഫൈസിയെക്കുറിച്ച് എന്താ ശംസുദ്ദീൻ പറയാത്തതെന്നാണ്. ഉമ്മർ ഫൈസി സമസ്തയുടെ തലപ്പത്തുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട്. അതിൽ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട്. പക്ഷേ സമസ്തയെ ഉപയോഗിച്ച് സമസ്ത ലേബലിൽ ഞങ്ങൾക്കെതിരെ പറയാൻ വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതിൽ വിയോജിപ്പുള്ളൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അവിടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ ഇടപെടുന്നത്. ഉമർ ഫൈസി മുക്കത്തിന് രാഷ്ട്രീയ വീക്ഷണമുണ്ട് എന്ന് ലീഗ് കാണുന്നു. പക്ഷേ ഉമർ ഫൈസി മുക്കം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് സമസ്തയുടെ അഭിപ്രായമല്ലേ? അല്ല, അത് ഉമ്മർ ഫൈസിയുടെ അഭിപ്രായമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സമസ്തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഉമ്മർ ഫൈസിയുടെ അഭിപ്രായത്തിന് വ്യത്യാസമല്ല. സമസ്തയുടെ അഭിപ്രായം പറയേണ്ടത് ഉമ്മർ ഫൈസിയും അല്ല. സമസ്തയുടെ അഭിപ്രായം പറയേണ്ടത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്, അതുപോലെ തന്നെ ആലിക്കുട്ടി ഉസ്താദ് ഉണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ജോയിന്റ് സെക്രട്ടറി ഉണ്ടാവുക എന്ന് കരുതി ഇപ്പോൾ ഉമ്മർ ഫൈസിന്റെ സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ ഉമ്മർ ഫൈസി സമസ്ത ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയം പറയാൻ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ മുണ്ടുടുത്ത മോഡിയെന്ന് ഞങ്ങളല്ല ആദ്യം വിളിച്ചത്, CPI-ക്കാരെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെ. ഇപ്പം ഞാൻ ഈ ചർച്ച നടക്കുമ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെ രൂക്ഷമായ വിമർശനം, മുഖ്യമന്ത്രി മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ ചാനലിലാണ് എഴുതി കാണിക്കുന്നത്. ഇതാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ പുതുതായ ഒരു രാഷ്ട്രീയ ബാന്ധവമോ രാഷ്ട്രീയ ബന്ധമോ ലീഗിൻ്റെ തീവ്രവാദ നിലപാടിനൊരു പുതിയ ആഖ്യാനമോ ഇപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ മുണ്ടുടുത്ത മോഡി എന്ന് പറയുന്നതിലേക്ക് പോയ കാര്യങ്ങൾ എന്താണ്? വടകരയിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് അല്ലേ? അവിടെ നിന്നിട്ട് ആ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കഥകളെല്ലാം പുറത്തു വന്നല്ലോ. ആരാ ഉണ്ടാക്കിയെന്ന്? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വടകരയിൽ ഞങ്ങൾ പിന്നെ കാഫിറിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന രീതിയിലാണല്ലോ നിങ്ങൾ ഈ പരിശ്രമം ഉണ്ടാക്കി. കാഫിർ ഇൻവെർട്ടഡ് കോമയിലാണേ. എന്നാൽ കോഴിക്കോട്ടും
പിന്നെ അതുപോലെ കണ്ണൂരും കാസർകോട്ടും ബാക്കി കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് അത്യാവശ്യം വോട്ടും സ്വാധീനമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ഈ കാഫിർ എന്ന് നിങ്ങളൊരു വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളെ പേരിലുണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണല്ലോ. ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാനാണ് വാശിയോടുകൂടി ഞങ്ങളും ഞങ്ങളുടെ അണികളും പ്രവർത്തിച്ചത്. അതെന്താ? അത് രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഞങ്ങൾ UDF-ലെ പ്രബലമായ കക്ഷിയാണ്. UDF-ന്റെ രാഷ്ട്രീയമാണ് ലീഗിൻ്റെ രാഷ്ട്രീയം. അതാണ് ഞങ്ങൾ പ്രായോഗികമാക്കിയത്. അല്ലാതെ മതം ഏതാണ്, ജാതി ഏതാണെന്ന് നോക്കിയിട്ടില്ല. അത്തരം പ്രവർത്തനമൊക്കെ അപ്പുറത്തുള്ളവരാണ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ എല്ലാ കാലത്തുള്ളതാണെന്ന്. മുമ്പ് CM ഇബ്രാഹിമും മുരളീധരനും കോഴിക്കോട് മത്സരിച്ചപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനം നിങ്ങൾ നടത്തിയില്ലേ? കോഴിക്കോട്ട് കരീം ഖാനിലെ കരീം ഖാൻ്റെ കൂടെ അല്ല അവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ നിന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ നിന്നത് രാഘവേട്ടൻ്റെ കൂടെ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ആ വിഭജനത്തെക്കുറിച്ചാണ് മുണ്ടെടുത്ത മോഡി പരാമർശം CPI-ക്കാർ മുമ്പ് പറഞ്ഞത് ഇവിടെ ആവർത്തിച്ചത്. അല്ലാതെ പുതിയ